ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് പ്യൂർ ഡ്രാമ ആയിരുന്നു. റേസിംഗ് സ്റ്റാർ ബാഡ്ജ് വേണ്ടി പോരാട്ടം, വാദപ്രതിവാദങ്ങൾ, ഇമോഷൻസ്, ഒടുവിൽ ഒരു വമ്പൻ ട്വിസ്റ്റ്. സീസൺ തുടങ്ങിയത് മുതൽ തന്നെ ബാഡ്ജ് ഉള്ളവർക്കാണ് പദവി, വസ്ത്രങ്ങളും ചില പ്രത്യേക ആനുകൂല്യങ്ങളും, ബാക്കി മത്സരാർത്ഥികൾക്ക് കിട്ടാത്ത സുഖവും. പക്ഷേ ഇന്ന് ബിഗ് ബോസ് പറഞ്ഞു, ഈ ബാഡ്ജ് മത്സരം ചെയ്യാം. അതായത് ബാഡ്ജ് ഇല്ലാത്ത 3 പേരെ തിരഞ്ഞെടുത്തു. ബാഡ്ജ് ഉള്ളവരോട് വാദപ്രതിവാദം നടത്തണം. മറ്റുള്ളവർ ചേർന്ന് നെവിൻ, ശാരിക, ഒനീൽ എന്നിവരെ തെരഞ്ഞെടുക്കുന്നു. നെവിന്റെ എതിരാളി ജിസേൽ, ശാരിക ആദിൽ, ഒനീൽ ആര്യൻ. ബിഗ് ബോസ് നിയമം ലളിതമായ, ആരാണ് വാദത്തിൽ ജയിക്കുന്നത് അവർക്കാണ് ബാഡ്ജ്. ജിസേൽ വേഴ്സസ് നെവിൻ, ഹൗസ് മുഴുവൻ ടെൻഷൻ. ജിസേൽ പറയുന്നു, ഞാൻ ഈ ബാഡ്ജ് വേണ്ടി അക്ഷരാർത്ഥത്തിൽ യുദ്ധം ചെയ്തു. ശരീരത്തിലെ മുറിവുകൾ വരെയുണ്ടായി. പക്ഷേ നെവിൻ അതിനെ നേരിട്ട് ചോദ്യം ചെയ്യുന്നു. ബാഡ്ജ് നേരത്തെ തന്നെ അക്ബർ ഖാൻ എടുത്തിരുന്നു. നിനക്ക് അത് കാണിക്കാനും കഴിയുന്നില്ല. എന്നെ മോഷ്ടാവ് എന്നു വിളിച്ച് എല്ലാവരുടെയും മുന്നിൽ കള്ളനാക്കി. ഇവരുടെ വാദം മാത്രമാണ് ഇന്ന് ഏറ്റവും രൂക്ഷമായത്. മറ്റു ജോഡികൾ ശാന്തനായിരുന്നു. പക്ഷേ ജിസേൽ നെവിൻ ഏറ്റുമുട്ടൽ ശുദ്ധമായ തീ. കുറച്ചു വ്യക്തിപരമായ അഭിപ്രായങ്ങൾ, ഗെയിം തന്ത്രങ്ങൾ, ആരോപണങ്ങൾ എല്ലാം മിക്സ്. വാദം കഴിഞ്ഞ് ബിഗ് ബോസ് ക്യാപ്റ്റൻ അനീഷിനോട് പറഞ്ഞു, വോട്ട് ചെയ്യൂ. ഹൗസ്മേറ്റ്സ് ഭൂരിപക്ഷം നെവിന് വേണ്ടി വോട്ട് ചെയ്തു. ഫലം പ്രഖ്യാപിക്കുമ്പോൾ ജിസേലിന്റെ മുഖം മാറി. ബാഡ്ജ് പതുക്കെ എടുത്തു നെവിന്റെ കയ്യിലെത്തി. ജിസേലിന് തന്റെ സ്വകാര്യ വസ്ത്രങ്ങളും സാധനങ്ങളും തിരികെ നൽകി. നെവിന്റെ മുഖത്ത് സന്തോഷവും ഹൗസ്മേറ്റ്സിന്റെ മുഖത്ത് ക്യൂരിയോസിറ്റിയും. ഇനി ഗെയിം ഡൈനാമിക്സ് മാറും എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ജയിച്ചത് ഒരു ബാഡ്ജ് മാത്രമല്ല, ഒരാളുടെ ആത്മവിശ്വാസം, മറ്റൊരാളുടെ അഭിമാനം. അതാണ് കഥ. നാളെ എന്താകും? ബിഗ് ബോസ് സീസൺ 7 ആരാധകരെ കാത്തിരിക്കൂ.